മധു കേന്ദ്രതന്ത്രമാണോ? തീർച്ചയായും നമ്മുടെ രാജ്യം മാറാൻ പോകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുമാണ്. എന്താണ് മണ്ഡല പുനർനിർണയം, എന്താണ് സ്ത്രീ പ്രാതിനിധ്യം, ഈ രണ്ട് വിഷയങ്ങളെ രണ്ടായി കാണേണ്ടതാണ് നിയമനിർമ്മാണം എന്നത് അടിസ്ഥാനപരമായി മാറ്റപ്പെടുന്നു. അതിനു പകരം നേരത്തെ പറഞ്ഞതുപോലെ വാൾത്തലപ്പിൽ ഇത്തിരി മധുരം തേച്ചു വെക്കുന്നത് പോലെ ഈ ഡീലിമിറ്റേഷനെ സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ സ്ത്രീവിരുദ്ധനായി മാറും എന്നുള്ളതാണ്. സ്ത്രീ പ്രാതിനിധ്യത്തെ റദ്ദ് ചെയ്യുന്ന പിന്തിരിപ്പന്മാരായി നിങ്ങൾ മാറുന്നു എന്നാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്ന ചൂണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിൽ ഒരു പത്രത്തിൽ സോണിയാഗാന്ധി എഴുതിയത് ഡീലിമിറ്റേഷൻ ഈസ് നോട്ട് ദ ഇഷ്യൂ. അവിടെ മണ്ഡല പുനർനിർണയമല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ല, ഡീലിമിറ്റേഷനാണ് ഇഷ്യൂ. ഡീലിമിറ്റേഷൻ ഈസ് ദ ഇഷ്യൂ, അല്ല വനിതാ സംവരണം എന്നുള്ളതല്ല, ഡീലിമിറ്റേഷനാണ് ഇവിടുത്തെ ഇഷ്യൂ എന്നത് സോണിയാഗാന്ധി ഇവിടെ ഒരു ദേശീയ പത്രത്തിൽ എഴുതിയത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നോക്കൂ, കേരളത്തിലെ 3.7% എന്നതാണ് കേരളത്തിലെ ലോക്സഭാ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അത് 2.6% മാറും പുതിയ ഡീലിമിറ്റേഷനോടുകൂടി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തമിഴ്നാടിൻ്റെത് 7.2%, അത് 6% മാറും ലോക്സഭാ പ്രാതിനിധ്യം. പക്ഷേ ഈ 50% അധികം എന്നുള്ളത് പ്രാവർത്തികമാക്കുമെന്ന വാക്കാണ് ആര് നൽകുന്നത്? കേന്ദ്ര സർക്കാർ. അതായത് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകൾ എന്നത് 30 സീറ്റുകളായി മാറും. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ, ഒരു MP-ക്ക് 18 ലക്ഷം ആൾക്കാരാണ്. അപ്പം ഇപ്പം 100 കോടി ആൾക്കാരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 2011 ഇത് നമ്മുടെ സെൻസസ് പ്രകാരം 100 കോടി ആൾക്കാരെ കണക്ക് ചെയ്തിട്ടാണ് ഇപ്പം 543 വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും? ഇവരെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഈ സെൻസസ് നടത്താതെ തന്നെ ഒരു 140 150 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 850 നിശ്ചയിക്കുകയാണ്. നോക്കിപ്പം ലക്നൌവിലൂടെയാണ് ലോക്സഭയിലേക്ക്, ഡൽഹിയിലേക്കുള്ള വഴി എന്നത് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒന്നാണ്. അത് UP-യിലെ സീറ്റുകൾ 80 സീറ്റുകൾ, 540-ൽ 80 സീറ്റുകൾ എന്നത് നിലവിൽ UP-ക്ക് മാത്രമാണ്. അപ്പോൾ അവിടെ മാത്രം സീറ്റുകൾ തൂത്തുവാരുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ദില്ലിയിലേക്കുള്ള വഴി വെട്ടിത്തുറക്കപ്പെട്ടിരിക്കുന്നു എന്നത് നിലവിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുനിശ്ചിതമായ ഒരു സമവാക്യമാണ്. അതിനു പുറമെയാണ് നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ അത് ഇരട്ടിയാകുന്ന സമയത്ത് 145 അല്ലേ, അത്രയും സീറ്റുകൾ 120 സീറ്റുകൾ എന്ന നിലയ്ക്കുണ്ടാകുന്നത്. വേറൊരു കാര്യം കൂടിയുള്ളത്, BJP കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന സംസ്ഥാനമാണ് UP അല്ല, ഹിന്ദി ബെൽറ്റ്. ഇപ്പോൾ 2014 വിജയിച്ചു, 2019 വിജയിച്ചു, 2024 വിജയിച്ചു. അവിടെ ഇനി 4ാമതൊന്നുകൂടി വിജയിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ കളി പറ്റില്ല. അപ്പോൾ അതുകൂടിയുണ്ട് ഈ ഒരു. കഴിഞ്ഞ തവണ SP-യും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. മാത്രമല്ല ഉത്തർപ്രദേശിലെ ജനങ്ങളെ വലിയ തോതിൽ അവമതിപ്പിന് തുല്യമായ രീതിയിൽ, അതായത് സംവിധാനം ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു പ്രചാരണം നടത്തുമ്പോൾ അത് ജാതിയും മതവും അത്തരം സമ്മർദ്ദങ്ങളും അത്തരം താല്പര്യങ്ങളും നിർണയിച്ചു വെച്ചിരിക്കുന്ന ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഫലവത്താകുമെന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഭരണഘടനയ്ക്ക് നേരെ ഒരു ആക്രമണം എന്നൊരു പ്രചാരണം നടത്തിയപ്പോൾ അതിനോട് അനുകൂലമായി വോട്ട് ചെയ്ത ഒരു വലിയ ശതമാനം മനുഷ്യരവിടെ ഉണ്ടായി. വലിയ തിരിച്ചടി രാഷ്ട്രീയമായി BJP-ക്ക് അവിടെ നേരിടേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം മര്യാദയ്ക്ക് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ. കേരളം ഒരു ഉത്തമ ഉദാഹരണമാണത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആ വാല്യൂ കാത്തു സൂക്ഷിച്ചതിന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ചേർക്കേണ്ടതില്ല എന്നതാണ്. രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടത്തണമെങ്കിൽ അത് മണ്ഡല പുനർനിർണയമായി നടത്തണം. രാജ്യത്ത് സ്ത്രീ പ്രാതിനിധ്യം നടപ്പിലാക്കണമെങ്കിൽ അത് പ്രത്യേകമായി നടപ്പിലാക്കണം എന്നതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്ന ഒരു കാര്യം. MK സ്റ്റാലിൻ എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീ കൊണ്ടു കളിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നോക്കൂ, 540 സീറ്റുകൾ 816 മാറും. 273 സീറ്റുകളാണ് വനിതകൾക്കുണ്ടാകുന്നത്. നിലവിൽ എത്ര സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്? സ്ത്രീകൾക്ക് 74. 540-ൽ 74 സീറ്റുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് കഷ്ടി 14%. കഷ്ടി 14% വനിതാ പ്രാതിനിധ്യം ലോക്സഭയിൽ ഉള്ളിടത്താണ് 33% എന്ന നിലയ്ക്ക് മാറുന്നത്. ഇത് നോക്കൂ, ഇത് നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത്. അതിന് കാരണം നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തേക്ക് വരും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം എങ്ങനെയാണ്? 1084 സ്ത്രീകളുണ്ട്, 1000 പുരുഷന്മാർക്ക്. അത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതയാണ്. ഏറ്റവും കൂടുതൽ ആ അനുപാതം സ്ത്രീകൾക്ക് അനുകൂലമായുള്ളത് കേരളത്തിനാണ്. 1,39,00,000 വനിതാ വോട്ടർമാർ ഇവിടെയുള്ള
ഇവിടെയുണ്ട് 3 മുന്നണികൾക്കായി 50-ൽ താഴെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങിയത്. UDF-ൽ നിന്ന് 12, LDF-ൽ നിന്ന് 18, NDA-യിൽ നിന്ന് 16. എത്രയാണ് ശതമാനമെന്നറിയാമോ? 11%. 11% നിയമസഭയിലേക്ക് ഇത്തവണ പോരിനിറങ്ങിയ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ മാറണമെങ്കിൽ നിയമം മൂലം മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യമൊന്നും ആരും വെള്ളിത്താലത്തിൽ വെച്ച് കൊടുത്തതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50% വേണമെന്ന നിയമം വന്നപ്പോൾ മാത്രമാണ് സ്ത്രീകൾക്ക് ആനുകൂല്യം കിട്ടിത്തുടങ്ങിയത്. നോക്കൂ, മനുഷ്യൻ അവന് പോകാൻ സാധ്യമായതിൽ ഏറ്റവും വലിയ ദൂരം പിന്നിട്ട് വന്നു ആർട്ടമിസ് 2-ലൂടെ. അതിൽ 4-1 സ്ത്രീയാണ്. അപ്പോൾ പോലും ഇവിടുത്തെ മനുഷ്യന്മാർക്ക് നേരം വെളുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ പ്രാതിനിധ്യം നോക്കൂ, ഇപ്പം LDF-ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ അണിനിരത്താൻ സ്ത്രീ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? ആണോ? UDF-ന് 140 മണ്ഡലങ്ങളിൽ അണിനിരത്താൻ 12 സ്ത്രീകളെ സംസ്ഥാനത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. NDAക്ക് 16 സ്ത്രീകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഇനി അഥവാ ലീഗിന് ചരിത്രപരമായി 2 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായ വർഷമാണിത്. കൊടുത്ത സീറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് പേരാമ്പ്ര, ഒന്ന് കൂത്തുപറമ്പ്. ഇതിൽ പേരാമ്പ്രയിൽ ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്, ശരിയാണ്. പക്ഷേ വിജയമുറപ്പായ ഒരു സ്ത്രീ ഒരു സീറ്റ് എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് മടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഡീലിമിറ്റേഷൻ ഇന്ത്യയിൽ നിർത്തിവെച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പോപ്പുലേഷൻ കൺട്രോൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ പോപ്പുലേഷൻ കൺട്രോൾ നടപ്പിലാക്കുന്ന സമയത്ത് ഈ പോപ്പുലേഷനെ അടിസ്ഥാനമാക്കി തന്നെ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുമ്പോൾ അത് മര്യാദയ്ക്ക് നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതിൽ പിന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അതൊരു 25 വർഷത്തേക്ക് നിർത്തിവെക്കുന്നത്. പിന്നീട് വാജ്പേയിയുടെ കാലത്താണ് ആ 25 വർഷം പൂർത്തിയാകുന്നത്. ആ സമയത്ത് അദ്ദേഹവും ഈ അതിൽ സമവാക്യ ലംഘനം ഉണ്ടാകരുത് എന്ന് കരുതി, അതിലൊരു അനുവാദരഹിതമായ വിവേചനം ഉണ്ടാകരുത് എന്ന് കരുതി വീണ്ടും 25 വർഷത്തേക്ക് അത് മാറ്റിവെക്കുന്നു. പിന്നീട് ഇപ്പോൾ മോദി ഭരണത്തിലിരിക്കുന്ന സമയത്ത് അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. 2023 നാരി ശക്തി വന്ദൻ അധിനിയം പാസ്സാക്കുന്നത്. അപ്പോൾ 2034 മുതൽ അത് നടപ്പിലാക്കാം എന്നാണ് വ്യവസ്ഥയെന്ന് തോന്നുന്നു. അപ്പോൾ വേണമെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ സമയത്ത് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നതാണ്. നിയമമായിട്ടില്ല എങ്കിലും വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാതിനിധ്യത്തിൽ കുറച്ച് വർധന ഉണ്ടാക്കാമായിരുന്നു. എന്തെങ്കിലും വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. 2024 20 മണ്ഡലങ്ങളിൽ 3 മുന്നണികൾ 9 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ വനിതകളായി അണിനിരത്തിയിട്ടുള്ളൂ. ഈ ബില്ല് കൊണ്ടുവന്ന ഈ ബില്ലിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ച കോൺഗ്രസ് പോലും ഈ 33% സംവരണം, ഇതിന് 20% സംവരണമല്ല 20% പ്രാതിനിധ്യം സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. ഈ കഴിഞ്ഞ 2024 20 മണ്ഡലങ്ങളിൽ 3 മുന്നണികൾ അണിനിരത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം 9 പേരാണ്. 6-1 പോലുമില്ല. അതായത് രാജ്യം നിയമപരമായി തന്നെ സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ പോലും നിയമം വന്നില്ലല്ലോ, അതുവരെ ഞങ്ങളാകട്ടെ എന്ന ഒരു മനസ്ഥിതിയാണ് ഇവിടുത്തെ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ അധികാരം കൈയാളുന്നവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വനിതാ സംവരണം പാസ്സാക്കിയതിന് ശേഷം അപ്പോൾ എന്താണ് നിയമം? ആർട്ടിക്കിൾ 82 പറയുന്നത് തന്നെ എന്താണ് മണ്ഡല പുനർനിർണയം? അത് പോപ്പുലേഷൻ അനുസരിച്ച് ഈ രാഷ്ട്രീയ അതിർത്തികളെ മാറ്റി നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മണ്ഡല നിർണ്ണയം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമാക്കേണ്ടത് സെൻസസ് ആണ്. സെൻസസ് 2011 ശേഷം ഇങ്ങോട്ട് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? 2021 കോവിഡ് കാലമാണ്. അപ്പോൾ കോവിഡ് കാലം എന്നൊരു പരിമിതി മുന്നിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് സെൻസസ് ഇങ്ങോട്ട് നടക്കാതിരുന്നത്. ഇപ്പോൾ സെൻസസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുമ്പോഴും ചെയ്യുന്നത് എന്താണ്? 15 വർഷം മുമ്പുള്ള കണക്കെടുത്ത് മണ്ഡല പുനർനിർണയം നടത്തുകയാണ്. നോക്കൂ, നമ്മൾ എന്തിനാണ് സെൻസസ് നടത്തുന്നത്? സെൻസസ് നടത്തുന്നത് നമ്മുടെ ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സുകൾ, നമ്മൾ എവിടെയൊക്കെയാണ് സേവനം നടത്തേണ്ടത്, ആരെയൊക്കെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്, ആർക്കൊക്കെയാണ് കൂടുതൽ ആവശ്യം, വിഭവ വിതരണം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളുടെ കൃത്യമായ കണക്കില്ലാതെ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ സാധ്യമാക്കുക എന്നൊരു ചോദ്യമുണ്ട്. 2011 നടത്തിയ സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സെൻസസിനെ കണക്കിലെടുക്കാതെ 2027 ഇത് സാധ്യമാകും. കണക്കിലെടുക്കാതെ ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയം കൃത്യമായിട്ട് ഇപ്പോൾ അസമിലെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഭൂപടം പരിശോധിക്കുകയാണെങ്കിൽ അതിലെ രാഷ്ട്രീയ താല്പര്യം കൃത്യമായി മനസ്സിലാക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് 2011 കണക്കുകളെ അനുസരിച്ചുള്ള ഈ മണ്ഡല പുനർനിർണയം എന്നതും ഇന്ത്യ മുന്നണിയുടെ ആരോപണമാണ്. പക്ഷെ അതിന് മറുപടി പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തിന് 2011 കണക്കെടുക്കുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്ത്രീ സംവരണത്തിനെ
കുറ്റം പറയുന്നു എന്ന നിലയ്ക്ക് നിഷ്കളങ്കരാകാതെ 2011 കണക്കനുസരിച്ച് എന്തിന് മണ്ഡല പുനർനിർണയം നടത്തണം, അതുകൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന, അതായത് 2011 ശേഷം 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നത്. ആ കണക്കുകൾ അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു സെൻസസ് വന്ന് അതിനനുസരിച്ച് മാറ്റപ്പെടുമ്പോൾ അത് വീണ്ടും അവർക്ക് അനുകൂലമായി എഴുതാൻ കഴിയുമെന്ന കോൺഫിഡൻസിൽ നിന്നാണ് അതുണ്ടാകുന്നത് എന്നതാണ് പ്രതിപക്ഷ ആരോപണം. അതിന് മറുപടി പറയാതെ സ്ത്രീവിരുദ്ധരാണ് എന്ന ചാപ്പ ഇന്ത്യ മുന്നണിക്ക് മുകളിൽ കെട്ടിവെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന നിലയ്ക്ക് 2/3 ഭൂരിപക്ഷം വേണമെന്നുള്ളതാണ് നിലവിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരേയൊരു ഘടകം. Meet the editors.